യേശുവിൻ്റെ കൂട്ടായ്മയിലെ സ്നേഹം നിറഞ്ഞ എല്ലാ പ്രിയ ദൈവമക്കൾക്കും ദൈവാനുഗ്രഹം നിറഞ്ഞ ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം സുഭാഷിതങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 5-ാം തിരുവചനം. കർത്താവിൽ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വാസമർപ്പിക്കുക, സ്വന്തം ബുദ്ധിയെ ആശ്രയിക്കുകയുമരുത്. നിന്റെ എല്ലാ പ്രവൃത്തികളും ദൈവവിചാരത്തോടെയാകട്ടെ. അവിടുന്ന് നിനക്ക് വഴി തെളിച്ചു തരും. സുഭാഷിതങ്ങളിലൂടെ കർത്താവ് നമ്മളോട് സംസാരിക്കുകയാണ്. എങ്ങനെയാണ് നമ്മൾ ഒരു ദിവസം ജീവിക്കേണ്ടത്? സ്വന്തം ബുദ്ധിയെ ആശ്രയിക്കാതെ, സ്വയം തീരുമാനങ്ങളെടുക്കാതെ, കർത്താവിൽ പൂർണ്ണ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് എന്തെല്ലാം കാര്യങ്ങൾ ഇന്ന് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നോ അതെല്ലാം ദൈവത്തിൽ സമർപ്പിച്ചുകൊണ്ട്, ദൈവ പരിപാലനയിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുവാൻ തുടങ്ങിയാൽ ദൈവം ആ കാര്യം നല്ല രീതിയിൽ ചെയ്യുവാൻ അവിടുന്ന് നമ്മളെ ഗൈഡ് ചെയ്യും, വഴി തെളിച്ചു തരും. ഇരുട്ടത്ത് വഴിവിളക്കുകൾ നമ്മൾക്ക് സഹായമാകുന്നത് പോലെ അന്ധകാരത്തെ മാറ്റാൻ പ്രകാശം ഉപയോഗിക്കുന്നത് പോലെ ദൈവീക സാന്നിധ്യം ആഗ്രഹിച്ചുകൊണ്ട്, ദൈവത്തിൻ്റെ ഇടപെടൽ ആഗ്രഹിച്ചുകൊണ്ട് ഇന്ന് ചെയ്യുന്ന ഏത് കാര്യവും ദൈവത്തിൽ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് നമ്മൾ ചെയ്താൽ അത് അനുഗ്രഹമായി മാറും. നമുക്ക് ഈ വചനം ആമേൻ ചൊല്ലി സ്വീകരിക്കാം. പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിൽ നമുക്ക് വിശ്വാസമർപ്പിക്കാം. ചെറുതും വലുതുമായി ഇന്ന് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലേക്കും ദൈവത്തിൻ്റെ ശ്രദ്ധ കൊണ്ടുവരികയും ദൈവകൃപ നിറഞ്ഞ് അത് അനുഗ്രഹമായി മാറുവാനും നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കെല്ലാവർക്കും ബുദ്ധിയുണ്ട്. പക്ഷെ ആ ബുദ്ധിയിൽ പൂർണ്ണമായി ആശ്രയിക്കാതെ ആ ബുദ്ധി തന്ന ദൈവത്തിൽ ആശ്രയിച്ച്, ദൈവമേ, ഇന്നത്തെ ഈ ദിവസം നീ എന്തെല്ലാം ആഗ്രഹിക്കുന്നു, നിൻ്റെ കൃപയാൽ, നിൻ്റെ സഹായത്താൽ ഇന്ന് ഞങ്ങൾ പോകുന്ന കാര്യങ്ങൾ അത് നടക്കുവാൻ, ഇന്ന് ഞങ്ങളുടെ ബിസിനസ് വിജയകരമായി മാറുവാൻ, മക്കൾ പഠിക്കുവാൻ പോകുന്നു, ആ പഠനം അനുഗ്രഹമായി മാറുവാൻ, മക്കൾ ജോലിക്ക് വേണ്ടി അന്വേഷിക്കുന്നു, അതിന് നീ വാതിൽ തുറന്നു കൊടുക്കുവാൻ, എല്ലാത്തിനും ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു, അങ്ങയുടെ സഹായം തേടുന്നു. അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളുടെ കൂടെ ഉള്ളതുകൊണ്ട് അങ്ങ് ഞങ്ങൾക്ക് വഴി തെളിച്ചു തരും എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. ജീവനുള്ള ദൈവമായ കർത്താവിൻ്റെ നാമത്തിലാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്, ആവശ്യപ്പെടുന്നത്. നമുക്ക് ദൈവത്തോടു കൂടിയായിരിക്കാം. എല്ലാം ദൈവത്തിൽ സമർപ്പിക്കാം. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശു ക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും സമാധാനവും എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ഇന്നത്തെ ദിവസം അനുഗ്രഹത്തിൻ്റെ ദിവസമായി മാറട്ടെ. ലോകത്തിലെ 830 കോടിയിലധികം വരുന്ന എല്ലാ മക്കളെയും ദൈവസന്നിധിയെ നമുക്ക് സമർപ്പിക്കാം. യുദ്ധങ്ങൾ ഒഴിവാകുവാൻ, കുടുംബസമാധാനത്തിനു വേണ്ടി, ലോകസമാധാനത്തിനു വേണ്ടി, മക്കൾ അനുഗ്രഹപ്രദമായി മാറുവാൻ
മക്കളുടെ കൂടെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യമുണ്ടാകുവാൻ എല്ലാത്തിനും ദൈവത്തോട് നമുക്ക് യാചിക്കാം. ഇന്നത്തെ ദിവസം ദൈവം നിങ്ങളുടെ മുൻപേ നടന്ന് നിങ്ങൾക്ക് വഴി തെളിച്ചു തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവും രക്ഷകനും നാഥനും ദൈവവുമായ ജീവനുള്ള കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സമാധാനം സന്തോഷത്തോടുകൂടി നിങ്ങൾക്ക് ഞാൻ പങ്കുവയ്ക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.